ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നും ഉപയോഗിക്കുന്ന കുറച്ച് ഇംഗ്ലീഷ് വാചകങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആ വാചകങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പാർക്കിൽ നടക്കാൻ പോകുന്നു. ഐ വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ആൻഡ് ഗോ ഫോർ എ വാക്ക് ഇൻ ദ പാർക്ക്. രാവിലെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മോർണിംഗ്. നേരത്തെ ഏർലി, എഴുന്നേൽക്കുക വേക്കപ്പ്, നടക്കാൻ പോകുക ഗോ ഫോർ എ വാക്ക്, നടക്കുക വാക്ക്, പോകുക ഗോ. ഐ വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ആൻഡ് ഗോ ഫോർ എ വാക്ക് ഇൻ ദ പാർക്ക്. ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പാർക്കിൽ നടക്കാൻ പോകുന്നു. അവൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് കുടുംബത്തിനായി പ്രാതൽ അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണം തയ്യാറാക്കുന്നു. ഷീ പ്രിപ്പയർസ് ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ഹെർ ഫാമിലി ബിഫോർ ലീവിങ് ഫോർ വർക്ക്. ജോലി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വർക്ക്. പോകുക ലീവ്. കുടുംബം ഫാമിലി. പ്രാതൽ അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ്. തയ്യാറാക്കുക പ്രിപ്പയർ. ഷീ പ്രിപ്പയർസ് ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ഹെർ ഫാമിലി ബിഫോർ ലീവിങ് ഫോർ വർക്ക്. അവൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് കുടുംബത്തിനായി പ്രാതൽ അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണം തയ്യാറാക്കുന്നു. അവർ എല്ലാ വാരാന്ത്യത്തിലും ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ അവരുടെ മുത്തശ്ശിമാരെ സന്ദർശിക്കാറുണ്ട്. They visit their grandparents every weekend to spend some time together. വാരാന്ത്യം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വീക്കെൻഡ്. ഒരുമിച്ച് ടുഗദർ. സമയം ടൈം. ചെലവഴിക്കുക സ്പെൻഡ്. മുത്തശ്ശിമാർ ഗ്രാൻഡ് പേരൻസ്. സന്ദർശിക്കുക വിസിറ്റ്. They visit their grandparents every weekend to spend some time together. അവർ എല്ലാ വാരാന്ത്യത്തിലും ഒരുമിച്ച് കുറച്ച് സമയം ചെലവഴിക്കാൻ അവരുടെ മുത്തശ്ശിമാരെ സന്ദർശിക്കാറുണ്ട്. സ്കൂൾ യാത്രയിൽ മൃഗശാലയിലെ മൃഗങ്ങളെ കാണാൻ കുട്ടികൾ ആകാംക്ഷയോടായിരുന്നു. The children were excited to see the animals at the zoo during their school trip. യാത്ര എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ട്രിപ്പ്. മൃഗശാല സൂ. മൃഗങ്ങൾ ആനിമൽസ്. കാണുക സീ. കുട്ടികൾ ചിൽഡ്രൻ. ആകാംക്ഷ എക്സൈറ്റ്മെൻറ്റ്. The children were excited to see the animals at the zoo during their school trip. സ്കൂൾ യാത്രയിൽ മൃഗശാലയിലെ മൃഗങ്ങളെ കാണാൻ കുട്ടികൾ ആകാംക്ഷയോടായിരുന്നു. സമയപരിധി പാലിക്കേണ്ടതുകൊണ്ട് ഈ ആഴ്ച അവസാനത്തോടെ ഞങ്ങൾക്ക് ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കേണ്ടതുണ്ട്. We have to complete this project by the end of the week to meet the deadline. സമയപരിധി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡെഡ്ലൈൻ. പാലിക്കുക മീറ്റ്. ആഴ്ച വീക്ക്. അവസാനം എൻഡ്. പൂർത്തിയാക്കുക കംപ്ലീറ്റ്. We have to complete this project by the end of the week to meet the deadline. സമയപരിധി പാലിക്കേണ്ടതുകൊണ്ട് ഈ ആഴ്ച അവസാനത്തോടെ ഞങ്ങൾക്ക് ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കേണ്ടതുണ്ട്. എൻ്റെ സുഹൃത്ത് എന്നെ അവൻ്റെ പിറന്നാൾ ആഘോഷത്തിലേക്ക് ക്ഷണിക്കാൻ ഇന്നലെ വിളിച്ചു. മൈ ഫ്രണ്ട് കോൾ മീ യെസ്റ്റർഡേ ടു ഇൻവൈറ്റ് മീ ടു ഹിസ് ബർത്ത്ഡേ പാർട്ടി. സുഹൃത്ത് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫ്രണ്ട്. പിറന്നാൾ ആഘോഷം ബർത്ത്ഡേ പാർട്ടി. ക്ഷണിക്കുക ഇൻവൈറ്റ്. വിളിക്കുക കോൾ വിളിച്ചു കോൾഡ്. മൈ ഫ്രണ്ട് കോൾ മീ യെസ്റ്റർഡേ ടു ഇൻവൈറ്റ് മീ ടു ഹിസ് ബർത്ത്ഡേ പാർട്ടി. എൻ്റെ സുഹൃത്ത് എന്നെ അവൻ്റെ പിറന്നാൾ ആഘോഷത്തിലേക്ക് ക്ഷണിക്കാൻ ഇന്നലെ വിളിച്ചു. എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ ബുദ്ധിമുട്ടുള്ള വിഷയം ടീച്ചർ വ്യക്തമായി പറഞ്ഞു അല്ലെങ്കിൽ വിശദീകരിച്ചു. The teacher explained the difficult topic clearly so that everyone could understand. എല്ലാവരും everyone. മനസ്സിലാകുക അണ്ടർസ്റ്റാൻഡ്. ബുദ്ധിമുട്ടുള്ള ഡിഫിക്കൽട്ട്. വിഷയം ടോപ്പിക്. വ്യക്തമായി ക്ലിയർലി. പറയുക അല്ലെങ്കിൽ വിശദീകരിക്കുക എക്സ്പ്ലെയിൻ. പറഞ്ഞു അല്ലെങ്കിൽ വിശദീകരിച്ചു എക്സ്പ്ലെയിൻഡ്. The teacher explained the difficult topic clearly so that everyone could understand. എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ ബുദ്ധിമുട്ടുള്ള വിഷയം ടീച്ചർ വ്യക്തമായി പറഞ്ഞു അല്ലെങ്കിൽ വിശദീകരിച്ചു. ഒഴിവു ദിവസങ്ങളിൽ അവൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നു, പ്രത്യേകിച്ച് നോവലുകൾ. She loves reading books in her free time, especially novels. ഒഴിവു സമയങ്ങൾ ഫ്രീ ടൈം. പുസ്തകങ്ങൾ ബുക്സ്. വായിക്കുക റീഡ്. ഇഷ്ടപ്പെടുക ലവ്. പ്രത്യേകിച്ച് എസ്പെഷ്യലി. ഷീ ലവ്സ് റീഡിംഗ് ബുക്സ് ഇൻ ഹെർ ഫ്രീ ടൈം എസ്പെഷ്യലി നോവൽസ്. ഒഴിവു സമയങ്ങളിൽ അവൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നു, പ്രത്യേകിച്ച് നോവലുകൾ.
പുതിയൊരു സ്ഥലം പര്യവേഷണം ചെയ്യുന്നതിനായി അടുത്ത മാസം ഞങ്ങൾ അവധിക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. വി പ്ലാൻ ടു ഗോ ഓൺ എ വെക്കേഷൻ നെക്സ്റ്റ് മന്ത് ടു എക്സ്പ്ലോർ എ ന്യൂ പ്ലേസ്. പുതിയ സ്ഥലം, ന്യൂ പ്ലേസ്. പര്യവേഷണം ചെയ്യുക, എക്സ്പ്ലോർ. അടുത്ത മാസം, നെക്സ്റ്റ് മന്ത്. അവധി, വെക്കേഷൻ. പോകുക, ഗോ. പദ്ധതിയിടുക, പ്ലാൻ. വി പ്ലാൻ ടു ഗോ ഓൺ എ വെക്കേഷൻ നെക്സ്റ്റ് മന്ത് ടു എക്സ്പ്ലോർ എ ന്യൂ പ്ലേസ്. പുതിയൊരു സ്ഥലം പര്യവേഷണം ചെയ്യുന്നതിനായി അടുത്ത മാസം ഞങ്ങൾ അവധിക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ ബസ് കിട്ടാത്തതിനാൽ അദ്ദേഹത്തിന് ടാക്സി പിടിച്ച് ഓഫീസിൽ എത്തേണ്ടി വന്നു. ഹി മിസ്ഡ് ദ ബസ് ദിസ് മോർണിംഗ് ആൻഡ് ഹാഡ് ടു ടേക്ക് എ ടാക്സി ടു റീച്ച് ഹിസ് ഓഫീസ്. ഇന്ന് രാവിലെ, ദിസ് മോർണിംഗ്. അദ്ദേഹത്തിന് ബസ് കിട്ടിയില്ല. ഹി മിസ്ഡ് ദ ബസ്. ടാക്സി പിടിക്കുക, ടേക്ക് എ ടാക്സി. എത്തുക, റീച്ച്. He missed the bus this morning and had to take a taxi to reach his office. ഇന്ന് രാവിലെ ബസ് കിട്ടാത്തതിനാൽ അദ്ദേഹത്തിന് ടാക്സി പിടിച്ച് ഓഫീസിൽ എത്തേണ്ടി വന്നു. ഇന്നലെ കാലാവസ്ഥ വളരെ സുഖകരമായതിനാൽ ഞങ്ങൾ ദിവസം മുഴുവൻ പുറത്ത് ചിലവഴിച്ചു. The weather was so pleasant yesterday, so we spent the whole day outside. ഇന്നലെ, yesterday. കാലാവസ്ഥ, weather. സുഖകരം, pleasant. വളരെ സുഖകരം, so pleasant. ദിവസം മുഴുവനും, whole day. പുറത്ത്, outside. ചിലവഴിക്കുക, spend. ചിലവഴിച്ചു, spend. The weather was so pleasant yesterday, so we spent the whole day outside. ഇന്നലെ കാലാവസ്ഥ വളരെ സുഖകരമായതിനാൽ ഞങ്ങൾ ദിവസം മുഴുവൻ പുറത്ത് ചിലവഴിച്ചു. കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ പുതിയ സിനിമയുടെ ചർച്ചയിലായിരുന്നു അവർ. They were discussing the new movie that was released last week. കഴിഞ്ഞ ആഴ്ച, ലാസ്റ്റ് വീക്ക്. പുറത്തിറങ്ങിയ, റിലീസ്ഡ്. പുതിയ സിനിമ, ന്യൂ മൂവി. ചർച്ച ചെയ്യുക, ഡിസ്കസ്. They were discussing the new movie that was released last week. കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ പുതിയ സിനിമയുടെ ചർച്ചയിലായിരുന്നു അവർ. അവൾ അവളുടെ കുട വീട്ടിൽ വെച്ച് മറന്നുപോയി. മഴയിൽ ശരിക്കും നനഞ്ഞു. She forgot her umbrella at home and got drenched in the rain. കുട എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് അംബല്ല. വീട്, ഹോം. മറന്നുപോകുക, ഫൊർഗെറ്റ്. മറന്നുപോയി, ഫൊർഗോട്ട്. മഴയിൽ ശരിക്കും നനയുക, ഗെറ്റ് ഡ്രെഞ്ച്ഡ് ഇൻ ദ റെയിൻ. ഷി ഫൊർഗോട്ട് ഹെർ അംബർല അറ്റ് ഹോം ആൻഡ് ഗോട്ട് ഡ്രെഞ്ച്ഡ് ഇൻ ദ റെയിൻ. അവൾ അവളുടെ കുട വീട്ടിൽ വെച്ച് മറന്നുപോയി. മഴയിൽ ശരിക്കും നനഞ്ഞു. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ കുടുംബവുമായി ഒരുമിച്ച് അത്താഴം കഴിക്കാറുണ്ട്. We usually have dinner together as a family every evening. എല്ലാ വൈകുന്നേരങ്ങളിലും, every evening. കുടുംബം, ഫാമിലി. ഒരുമിച്ച്, together. അത്താഴം, ഡിന്നർ. കഴിക്കുക, have. പതിവായി, usually. We usually have dinner together as a family every evening. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ പതിവായി ഞങ്ങൾ കുടുംബവുമായി ഒരുമിച്ച് അത്താഴം കഴിക്കാറുണ്ട്. രാവിലെ മീറ്റിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് ജോലികൾ പൂർത്തിയാക്കാനുണ്ട്. ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക് ടു ഫിനിഷ് ബിഫോർ ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ് ടുമോറോ മോർണിംഗ്. നാളെ രാവിലെ, ടുമോറോ മോർണിംഗ്. യോഗം, മീറ്റിംഗ്. ആരംഭിക്കുക അല്ലെ തുടങ്ങുക, സ്റ്റാർട്ട്. ഒരുപാട്, എ ലോട്ട് ഓഫ്. ജോലികൾ, വർക്ക്. പൂർത്തിയാക്കുക, ഫിനിഷ്. ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക് ടു ഫിനിഷ് ബിഫോർ ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ് ടുമോറോ മോർണിംഗ്. നാളെ രാവിലെ മീറ്റിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് ജോലികൾ പൂർത്തിയാക്കാനുണ്ട്. മനോഹരമായ വാസ്തുവിദ്യയ്ക്കും ചരിത്രപ്രധാനമായ പ്രധാന സംഭവങ്ങൾക്കും പേരുകേട്ടതാണ് നഗരം. ദ സിറ്റി ഈസ് നോൺ ഫോർ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചർ ആൻഡ് ഹിസ്റ്റോറിക് ലാൻഡ്മാർക്സ്. മനോഹരമായ, ബ്യൂട്ടിഫുൾ. വാസ്തുവിദ്യ, ആർക്കിടെക്ചർ. ചരിത്രപ്രധാനമായ, ഹിസ്റ്റോറിക്. പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ, ലാൻഡ്മാർക്സ്. അറിയപ്പെടുക, നോൺ. നഗരം, സിറ്റി. ദ സിറ്റി ഈസ് നോൺ ഫോർ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചർ ആൻഡ് ഹിസ്റ്റോറിക് ലാൻഡ്മാർക്സ്. മനോഹരമായ വാസ്തുവിദ്യയ്ക്കും ചരിത്രപ്രധാനമായ പ്രധാന സംഭവങ്ങൾക്കും പേരുകേട്ടതാണ് നഗരം. ഈ ആഴ്ചയിലേക്കുള്ള പലചരക്ക് സാധനങ്ങൾ വാങ്ങണം. അതിനാൽ ഇന്ന് വൈകുന്നേരം ഷോപ്പിങ്ങിന് പോകാം. വി നീഡ് ടു ബൈ ഗ്രോസറീസ് ഫോർ ദ വീക്ക്, സോ ലെറ്റ്സ് ഗോ ഷോപ്പിംഗ് ദിസ് ഈവനിങ്. ആഴ്ച, വീക്ക്. പലചരക്ക് സാധനങ്ങൾ, ഗ്രോസറി. വാങ്ങുക, ബൈ.
അതിനാൽ ഇന്ന് വൈകുന്നേരം ദിസ് ഈവനിങ്. ഷോപ്പിങ്ങിന് പോകുക, ഗോ ഷോപ്പിംഗ്. വി നീഡ് ടു ബൈ ഗ്രോസറീസ് ഫോർ ദ വീക്ക്, സോ ലെറ്റ്സ് ഗോ ഷോപ്പിംഗ് ദിസ് ഈവനിങ്. ഈ ആഴ്ചയിലേക്ക് പലചരക്ക് സാധനങ്ങൾ വാങ്ങണം, അതിനാൽ ഇന്ന് വൈകുന്നേരം ഷോപ്പിങ്ങിന് പോകാം. സ്കൂളിലെ വാർഷിക കായിക ദിനത്തിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾ ആവേശത്തിലായിരുന്നു. ദ സ്റ്റുഡൻസ് വെയർ ഈഗർ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സ്കൂൾസ് ആനുവൽ സ്പോർട്സ് ഡേ. വാർഷിക ആനുവൽ, കായിക ദിനം സ്പോർട്സ് ഡേ, പങ്കെടുക്കുക പാർട്ടിസിപ്പേറ്റ്, വിദ്യാർത്ഥികൾ സ്റ്റുഡൻസ്, ആവേശത്തിലാകുക ഈഗർ. ദ സ്റ്റുഡൻസ് വെയർ ഈഗർ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സ്കൂൾസ് ആനുവൽ സ്പോർട്സ് ഡേ. സ്കൂളിലെ വാർഷിക കായിക ദിനത്തിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾ ആവേശത്തിലായിരുന്നു. എൻ്റെ ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഞാനൊരു പുതിയ ഭാഷ പഠിക്കുകയാണ്. ഐ എം ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ് ടു ഇംപ്രൂവ് മൈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ, കഴിവുകൾ സ്കിൽസ്, മെച്ചപ്പെടുത്തുക ഇംപ്രൂവ്, പുതിയ ന്യൂ, ഭാഷ ലാംഗ്വേജ്, പഠിക്കുക ലേൺ. ഐ എം ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ് ടു ഇംപ്രൂവ് മൈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. എൻ്റെ ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഞാനൊരു പുതിയ ഭാഷ പഠിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജോലി പൂർത്തിയാക്കിയ ശേഷം എൻ്റെ ഗൃഹപാഠത്തിൽ എന്നെ സഹായിക്കാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ഹി പ്രോമിസ്ഡ് മീ ടു ഹെൽപ്പ് മീ വിത്ത് മൈ ഹോംവർക്ക് ആഫ്റ്റർ ഹി ഫിനിഷസ് ഹിസ് വർക്ക്. അദ്ദേഹത്തിൻ്റെ ജോലി അല്ലെങ്കിൽ അവൻ്റെ ജോലി ഹിസ് വർക്ക്, പൂർത്തിയാക്കുക ഫിനിഷ്, ശേഷം ആഫ്റ്റർ, ഗൃഹപാഠം ഹോംവർക്ക്, സഹായിക്കുക ഹെൽപ്പ്, വാഗ്ദാനം ചെയ്യുക പ്രോമിസ്. ഹി പ്രോമിസ് ടു ഹെൽപ്പ് മീ വിത്ത് മൈ ഹോംവർക്ക് ആഫ്റ്റർ ഹി ഫിനിഷസ് ഹിസ് വർക്ക്. അദ്ദേഹത്തിൻ്റെ ജോലി പൂർത്തിയാക്കിയതിന് ശേഷം എൻ്റെ ഗൃഹപാഠത്തിൽ എന്നെ സഹായിക്കാമെന്ന് അദ്ദേഹം പ്രോമിസ് ചെയ്തു അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്തു. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെൻറ്റൻസസ് നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുക, നന്നാക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ ബൈ.